യോഷാരത്നത്തെ വേർപെട്ട തിലധ ചില മാസം കഴിച്ച മുഴങ്കൈ ശോഷിച്ചൂരിത്തെറിച്ചങ്ങനെ വളകൾ വെടിഞ്ഞിടുമാക്കാമി കണ്ടാൻ. ആഷാഢത്തിന്റെ 1-ാം ദിനമതിലൊരു മേഘം തടം പുക്കുമന്ത്രാഘോഷം കുത്തിക്കളിക്കും കരിയൊട്ടു കിടയാം കാന്തി പൂണ്ടന്തികത്തിൽ. മേഘസന്ദേശം കുമാരനാശാൻ തർജ്ജമ ചെയ്തതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണിത്. അപൂർണമായ ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ. 26 ശ്ലോകങ്ങളാണ് അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുള്ളത്. യോഷാരത്നത്തെ വേർപെട്ട അതിലധ ചില മാസം കഴിച്ച് ആ മുഴങ്കൈ ശോഷിച്ചൂരിത്തെറിച്ച് അങ്ങനെ വളകൾ വെടിഞ്ഞിടുമാക്കാമി കണ്ടാൻ. വിരഹം മൂലം യോഷാരത്നത്തെ, സ്ത്രീരത്നത്തെ വേർപെട്ടിട്ട് അതിലധികം ചില മാസം കഴിച്ച് ആ മുഴങ്കൈ ശോഷിച്ചൂരിത്തെറിഞ്ഞ് അങ്ങനെ വിഷണ്ണനായതിനാൽ അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ നേർത്ത് വളകൾ ഊരിപ്പോയത് കാരണം വളകൾ വെടിഞ്ഞിടുമാക്കാമി കണ്ടാൻ. ആഷാഢത്തിൻ്റെ 1-ാം ദിവസം, 1-ാം ദിനം അതിലൊരു മേഘം, ഒരു മേഘത്തെ കാണുവാണ് ആഷാഢത്തിൻ്റെ 1-ാം ദിനത്തിൽ. തടംപുക്കും മന്ത്രാഘോഷം കുത്തിക്കളിക്കും കരിയൊട്ട് കിടയാം. കുന്നിൻ്റെ താഴ്വാരത്തിൽ മണ്ണ് കുത്തിക്കളിക്കുന്ന ഒരു ആനക്കുട്ടി, അല്ലെങ്കിൽ ആനയോട് തുല്യം കാന്തിയുള്ള ഒരു മേഘത്തെ അദ്ദേഹം കാണുകയാണ്. അതാണ് ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം. ഇതേ ശ്ലോകം തിരുനെല്ലൂർ കരുണാകരൻ തർജ്ജമ ചെയ്തിട്ടുള്ളത്. തയ്യലാളയും വേർപെട്ടു തൻ കണം കയ്യിൽ നിന്നു പൊൻകങ്കണമൂർന്നവൻ മാസമേതാനുമാ ശൈലസീമയിൽ വാസമാർന്നവാറാടിപ്പുലർച്ചയിൽ. ഇവിടെ ആഷാഢം എന്നുള്ളത് ഇവിടെ ആടിപ്പുലർച്ച എന്നാക്കി. കൊമ്പു കുത്തിക്കളിക്കാനൊരുമ്പെടും കൊമ്പനാന പോൽ കാണാനഴകുമായി താഴ്വരയെ തഴുകി വന്നെത്തിടും കാർമുകീലിനെ കണ്ടിതക്കാമുകൻ. ഈ ശ്ലോകം ആശാന്റെ വിവർത്തനം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി പവിത്രയാണ്.